അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയികളും ഏറ്റവും വലിയ പരാജിതരും സമ്പത്തോ സ്ഥാനമോ അധികാരമോ കൊണ്ടല്ല വേർതിരിക്കപ്പെടുന്നത്. മറിച്ച് അള്ളാഹുവിനോട് അടുത്തവരും അള്ളാഹുവിൽ നിന്ന് അകന്നവരുമായാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ഫിർഔൻ ഭൂമിയിലെ ഏറ്റവും വലിയ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. കൊട്ടാരങ്ങളും സൈന്യവും സമ്പത്തും അധികാരവുമെല്ലാം അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അകന്നു. അഹങ്കാരവും ധിക്കാരവും ഹൃദയം കഠിനമാക്കി. ഒടുവിൽ ചെങ്കടലിൻ്റെ തിരമാലകൾക്കിടയിൽ അവൻ്റെ അധികാരവും അഹങ്കാരവും അവസാനിച്ചു. എന്നാൽ മറുവശത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബികൾക്ക് ലോക സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ ഹൃദയം അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ചരിത്രത്തിൽ എന്നും അമരസ്ഥാനത്ത് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. സൂറത്തുർ റഅദ് 28-ാമത്തെ ആയത്തിൽ കാണാം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു, വലാ തകും മിനൽ ഗാഫിലീൻ. നീ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അകന്ന് അശ്രദ്ധവാരിൽ ഉൾപ്പെട്ടു പോവരുത്. സൂറത്തുൽ അഅറാഫ് 205-ാമത്തെ ആയത്തിൽ കാണാം. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കും, സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കും. എന്നാൽ ഒരു ദിവസം എത്ര തവണ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നോക്കൂ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഉണരുമ്പോഴും എല്ലായിടത്തും ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ് ഫഇന്ന കസറത്തുൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി ഖസ്വത്തുൽ ലിൽ ഖൽബ് വഇന്ന അബ്അദൻ നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. അള്ളാഹുവിൻ്റെ സ്മരണയല്ലാത്ത സംസാരങ്ങൾ നീ വർദ്ധിപ്പിക്കരുത്. കാരണം അള്ളാഹുവിനെ സ്മരിക്കാതെയുള്ള അമിത സംസാരം ഹൃദയം കഠിനമാക്കും. ഹൃദയം കഠിനമായവനാണ് ജനങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും അകന്നവൻ. സുനൻ തിർമിദിയിൽ കാണാവുന്ന ഹദീസാണിത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ, സഹോദരങ്ങളെ വെറുക്കുന്നവർ, അയൽക്കാരെ അവഗണിക്കുന്നവർ, അനാഥരോട് കരുണ കാണിക്കാത്തവർ, ഇവരുടെ എല്ലാം ഹൃദയം ദിക്ർ നഷ്ടപ്പെട്ടതിനാൽ കഠിനമായിരിക്കുന്നു. ഹൃദയം എങ്ങനെയാണ് കഠിനമാകുന്നത്? ദിക്ർ ഉപേക്ഷിക്കുമ്പോൾ, അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം കുറയുമ്പോൾ, നിസ്കാരത്തിൽ അശ്രദ്ധ വരുമ്പോൾ, പാപങ്ങൾ ആവർത്തിക്കുമ്പോൾ, അനാവശ്യ സംസാരവും പരദൂഷണവും വർദ്ധിക്കുമ്പോൾ. എന്നാൽ ഹൃദയം എപ്പോഴാണ് മൃദുവാകുന്നത്? സമയത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ, ദിവസേന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അതുപോലെ രാവിലെയും വൈകുന്നേരവും ദിക്ർ പതിവാക്കുമ്പോൾ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമ്പോൾ, മരണത്തെ ഓർക്കുമ്പോൾ, അങ്ങനെ പാവങ്ങളോടും അനാഥരോടും കരുണ കാണിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ഒന്നുകിൽ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതശൈലി. നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം, ഹൃദയം അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ജീവിക്കണം. പ്രിയമുള്ളവരെ, ലോകത്ത് അള്ളാഹുവിൽ നിന്ന് അകന്നവനായി ജീവിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. അതിലും വലിയ നഷ്ടം പരലോകത്തും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകുക എന്നതാണ്. അതിനാൽ നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. അനാവശ്യ സംസാരങ്ങൾ കുറക്കാം, ദിവസേന ഖുർആൻ പാരായണം ചെയ്യാം, നിസ്കാരത്തിൻ്റെ കാര്യം സൂക്ഷിക്കാം, അതുപോലെ ദിക്ർ വർദ്ധിപ്പിക്കാം, നമ്മുടെ ഹൃദയം അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ജീവിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ സ്ഥിരതയുള്ളവരിലും മൃദു ഹൃദയമുള്ളവരിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും സാമീപ്യത്തിനും അർഹരായ സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.